ഇതിനകത്ത് സംശയമുള്ളത് എന്താണ്? സംശയം ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി ഈ പോറ്റിയുമായിട്ട് ചിരിച്ചോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നോ, അദ്ദേഹമായിട്ട് ചായ കുടിച്ചോ, അദ്ദേഹത്തിന് ചോറ് കൊടുത്തോ എന്നൊക്കെയുള്ളല്ലോ സംശയം. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും നമ്മുടെ മുഖ്യമന്ത്രിയും ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തു എന്നുള്ളതിൽ ഇവർക്ക് സംശയമില്ലല്ലോ, അതിനെ എതിർക്കുന്നുമില്ലല്ലോ. ആ വീഡിയോ AI ആണെന്ന് ഇവർ പറയുന്നില്ലല്ലോ. ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ, അത്ര ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ യാതൊരു ഇൻ്റലിജൻസിൻ്റെ സംവിധാനവും ഇല്ലാതെ, യാതൊരു സെക്യൂരിറ്റി ക്ലിയറൻസും ഇല്ലാതെ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുമോ? സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെ കയറാൻ വേണ്ടിയിട്ട് പറ്റുമോ? അപ്പോൾ കൃത്യമായിട്ട് ഇന്റലിജൻസിനും പോലീസ് സംവിധാനങ്ങൾക്കും ഇത് ആരാണ് ഇവിടെ കയറുന്നതെന്ന് അറിയില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പിലെ പോലീസ് ക്ലിയറൻസ് കൊടുത്ത ഒരാൾ അദ്ദേഹത്തോടൊപ്പം വന്നിരിക്കുക, അദ്ദേഹത്തോടൊപ്പം ഒരു വളരെ ലിമിറ്റഡ് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം ഈ പറയുന്ന മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നോക്കി ചിരിച്ചില്ല, ചായ കുടിച്ചില്ല, ചായ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത് മാധു? ഇതൊക്കെ വെറുതെ ഇവരുടെ ഒരുമാതിരി എന്താ പറയുന്നത് ന്യായീകരണങ്ങൾ, അടുത്തടുത്ത് പുതിയ ക്യാപ്സ്യൂൾ വരുന്ന മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ അടുത്ത കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന ഇവരുടെ നേതാവ്, ഇവരുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, ഇവരുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള, ഇവരുടെ MLA ആയിരുന്ന പത്മകുമാർ എന്ന് പറയുന്ന ഇവരുടെ നേതാവ്, ആ നേതാവിന്റെ വീട്ടിൽ സ്ഥിര സന്ദർശകനായിരുന്ന ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അതേ അല്ലല്ലോ, അതേ അല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറും തമ്മിലുള്ള, ഇവരുടെ CPM നേതാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് AI ക്രിയേറ്റ് ചെയ്യപ്പെട്ടതല്ലോ. ഇനി അടുത്തത് N വാസു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒക്കച്ചെങ്ങായി, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായിട്ടുള്ള വാസുവിന് ഈ പറയുന്ന പോറ്റി കത്തെഴുതിയിരുന്നു എന്നുള്ളതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ. അതും ഒന്നുമല്ലല്ലോ. അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ ഒന്നുമല്ലല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സർക്കാർ, കടകംപള്ളിയുമായിട്ടുള്ള ചിത്രങ്ങൾ ആണെന്ന് അവർക്ക് അഭിപ്രായമില്ലല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക്, സർക്കാരിൻ്റെ ആളുകൾക്ക്, മന്ത്രിമാർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനേതെങ്കിലും രീതിയിൽ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ജയിലിൽ കിടക്കുന്നില്ലേ? ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് ജയിലിൽ കിടക്കുകയാണല്ലോ. ആ ജയിലിൽ കിടക്കുന്ന ആൾക്ക് ഇവരുമായിട്ട് ബന്ധമില്ല എന്നൊരു അഭിപ്രായമുണ്ടല്ലോ. മാധു, ഈ ഒരു കാര്യം ഇവിടെ നിന്നെല്ലാം കടന്ന് ഒരുപാട് അകലങ്ങളിലേക്ക് പോയിരിക്കുന്നു. ഇത് കേവലം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾക്കപ്പുറത്തേക്ക് അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത്, അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു തലത്തിലോട്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ ഇന്നും ഇന്നലെയും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത എന്താണ്? കേരളത്തിൽ വന്നിട്ട് ഈ ഡി മണി എന്ന് പറയുന്ന ആള് ഏകദേശം 1000 കോടി രൂപയുടെ ബിസിനസ് നടത്തിയിരുന്നു, അല്ലെങ്കിൽ കൊള്ള നടത്തിയിരുന്നു. ആ കൊള്ളയുടെ 500 കോടി ആദ്യം കൊടുക്കുകയുണ്ടായി, രണ്ടാമത് 500 കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. അപ്പോൾ ചില മാധ്യമങ്ങളിൽ നിന്ന്, ചില റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്നെ പല അമൂല്യമായിട്ടുള്ള വസ്തുക്കളും ഒരുപക്ഷെ വിഗ്രഹങ്ങളും അവിടെ നിന്ന് കടത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് ഇവർക്ക് അഭിപ്രായമുണ്ടോ? സർക്കാർ നിഷേധിച്ചിട്ടുണ്ടോ? SIT നിഷേധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, നിഷേധിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു സമയത്ത് ഈ മറ്റേ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള കള്ളക്കടത്ത് നടത്തുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ 2020-2021 കാലഘട്ടങ്ങളിൽ കേട്ടതുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഇതിന് ഉത്തരവാദികൾ ആരാ? ഇതേ ചോദ്യം തന്നെ തിരിച്ചുമില്ലേ? ഇപ്പൊ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ള അതേ ലോജിക്ക് തന്നെ ശ്രീമതി സോണിയാഗാന്ധിനെ ഇയാൾ കാണാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാവണ്ടേ? ആരോരും അറിയാത്ത ഒരാൾ, കേരളത്തിലല്ല കർണാടകത്തിലും ബാംഗ്ലൂരിലും മാത്രമുള്ള ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുമ്പോൾ, UPI ഈ രാജ്യം ഭരിക്കുമ്പോൾ, അന്നത്തെ സോണിയാഗാന്ധിയുടെ പവർ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. അങ്ങനെ ഒരു വ്യക്തിയെ വെറുതെ അങ്ങോട്ട് പോയി കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇന്നിപ്പോ അടൂർ പ്രകാശ് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് മുഖ്യമന്ത്രി ഞങ്ങളെക്കാളും മുമ്പേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അറിയില്ല എന്നൊരു അഭിപ്രായം ഒന്നും അവർക്കില്ല. അതായത് മുഖ്യമന്ത്രി ഞങ്ങളെക്കാളും മുമ്പേ പോയി കണ്ടു, അവർ കണ്ടിട്ടില്ല എന്നോ അവർക്ക് ബന്ധമില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെല്ലാൻ വേണ്ടി പറ്റുന്നത്? എങ്ങനെയാണ് ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെല്ലാൻ വേണ്ടി പറ്റുന്നത്? അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ കാലം ഇത്രയുമായിട്ട് കഴിഞ്ഞ 10-30 വർഷത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും കണക്ക് വസ്തുവകൾ നമുക്ക് നോക്കണം. ഇപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഒക്കെ വാസു പറഞ്ഞെന്താണ്? മലബാർ ദേവസ്വം ബോർഡിൽ അങ്ങനെ ഒരു കണക്കേ ഇല്ല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ വസ്തുവകകളുടെ കണക്ക് പോലും ഇല്ലാന്ന്. മറ്റ് ദേവസ്വത്തിന്റെ അവസ്ഥ എന്താണ്? എന്താ തിരുവിതാംകൂർ ദേവസ്ഥയിലെ അവസ്ഥ എന്താണ്? അപ്പോ ലാസ്റ്റ് വൺ അപ്പോ കേരളം മാറി ഭരിച്ച, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൈയാളിയിരുന്ന LDFനും UDFനും ഒരേപോലെ ഇതിന് പങ്കുണ്ട്. VS ശിവകുമാർ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അനിയന്റെ പേരിൽ 1.5 കോടിയുടെ വിജിലൻസ് അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. 1.5 കോടി വിജിലൻസ് അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.